ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇവിടെ ജപ്പാനിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ ജപ്പാനും ജപ്പാൻ ഗവൺമെൻറ്റും ഒക്കെ എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. ശരിക്കും കണ്ണടച്ചിട്ട് ഈ പാത്തിലൂടെ നടക്കുമ്പോൾ നമ്മളുടെ ഷൂവിൻ്റെ സോളിൽ നമുക്ക് എന്തോ ഒരു ബമ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് നടക്കുന്നതെന്ന് അറിയില്ല. അവർക്ക് ഒരിക്കലും കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ദൈവം ഉള്ളിൽ അങ്ങനെ ഒരു കഴിവ് കൊടുത്തുകൊണ്ടായിരിക്കുമല്ലേ ഇവർ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് കണ്ണടച്ചിട്ട് ഇതിലെ പോകുമ്പോൾ സത്യത്തിൽ എനിക്ക് അത്ര ഈസി ആയിട്ടല്ല എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ എത്ര കൂളായിട്ടാണ് ഈ സ്ഥലത്തൂടെ, അതായത് ബ്ലൈൻഡ് ആൾക്കാർ നടന്നു പോകുന്നത്. അതിന് ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റം തന്നെയാണ് കേട്ടോ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ അത്ര ഈസി ആയിട്ട് എല്ലായിടത്തും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ എൻ്റെ മനസ്സിൽ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ആരുടെയും ഒരു ഷോൾഡറിൽ പിടിച്ച് ഒരു കെയിൻ ഒരു കയ്യിൽ പിടിച്ച് റോഡിൽ തപ്പി പോകുന്ന ആൾക്കാരെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ റോഡിൻ്റെ സൈഡിൽ ലോട്ടറി വിൽക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ കച്ചവടത്തിനായിട്ട് ഇരിക്കുന്നൊക്കെയാണ് നമ്മൾ യൂഷ്വലി നാട്ടിൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രോബ്ലം ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഓഫീസിൽ പോകുന്നതും റഷ് ആയിട്ടുള്ള ടൈമിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതും ബസ്സിൽ കയറുന്നതും അവരുടെ ഡ്യൂട്ടിക്കും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ സ്കൂള് കോളേജ് പോലത്തെ കാര്യങ്ങൾക്കും യാതൊരു പ്രശ്നമില്ലാതെ പോകുന്നത് കണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ വളരെയധികം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ടും ഇവിടുത്തെ സിസ്റ്റവും എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. പോകാം വീഡിയോയിലേക്ക്, വായോ. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു ചെറിയ ഇടവഴിയാണ്, 2 അപ്പാർട്ട്മെൻറ്റ് ഇടയിലുള്ള ഒരു ചെറിയ വഴി. ഈ സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു ബ്ലൈൻഡിന് നടക്കാൻ വേണ്ടിയിട്ടുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ റോഡിൽ വിരിച്ചിട്ടിരിക്കുന്ന ഈ ബ്ലോക്ക് കണ്ടില്ലേ, ഈ ബ്ലോക്കിൻ്റെ പേരാണ് തെഞ്ചി ബ്ലോക്ക്. ഈ കാണുന്ന വെർട്ടിക്കലായിട്ടുള്ള ലൈൻ നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ് നടക്കുന്നത് എന്ന് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരിട്ടിരിക്കുന്നതാണ്. 1965 ജപ്പാൻ്റെ വെസ്റ്റേൺ റീജിയനായ ഒക്കയാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെയ്ച്ചി മിയാക്കെ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ തെഞ്ചി ബ്ലോക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെയ്ച്ചി മിയാക്കയുടെ ഫ്രണ്ടിന് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ പറ്റി ആലോചിച്ചത്. എന്നിട്ട് ഇത് ഒക്കയാമയിലെ ഒരു സ്കൂളിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് അദ്ദേഹത്തിന്റെ ബ്രദറും അദ്ദേഹവും കൂടിയാണ് അവരുടെ സ്വന്തം പൈസ ചെലവിലാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ബ്രെയിൽ ബ്ലോക്സിൽ ഈ തെഞ്ചി ബ്ലോക്ക് ഇദ്ദേഹം കണ്ടുപിടിച്ചത് കേട്ടോ. ബ്രെയിൽ ബ്ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ണ് കാണാൻ വയ്യാത്തവർ വായിക്കുന്ന ഒരു ബുക്ക്, അതിങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ്, ബമ്പായിട്ടുള്ള ഡോട്ട്സ് ഉണ്ട്, അതിങ്ങനെ പിടിച്ചിട്ടായിരിക്കും അവർ വായിക്കുന്നത്. അതാണ് ബ്രെയിൽ ബ്ലോക്സ്. അതിനകത്ത് നിന്നാണ് ഈ തെഞ്ചി ബ്ലോക്ക് ഉണ്ടാക്കിയത്. പിന്നീട് എൻ്റയർ ജപ്പാനിൽ ഈ തെഞ്ചി ബ്ലോക്ക് സിസ്റ്റം ഇവർ അപ്ലൈ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെർട്ടിക്കൽ ലൈൻസ് ഡയറക്ഷനും ഈ ചെറിയ ബംസ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഇതിനെ വാർണിംഗ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അതായത് ഈ ബ്ലോക്കിൽ അവർ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിൽ ഒന്നെങ്കിൽ സീബ്ര ക്രോസിങ്ങോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലോപ്പോ, അതായത് അപകട സാധ്യത ഉള്ള എന്തെങ്കിലും ആണ് മുന്നിലെന്നും കുറച്ച് അവെയർ ആയിട്ട് ഇരിക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. പിന്നെ ജപ്പാനിൽ എല്ലായിടത്തും ഈ തെഞ്ചി ബ്ലോക്സ് യെല്ലോ കളറിലാണ്. അതായത് കണ്ണിന് ചെറുതായിട്ട് കാഴ്ചശക്തി ഉള്ളവർക്ക് രാത്രിയിലാണെങ്കിലും ഈ യെല്ലോ കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഈ കളറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ എല്ലാ ലിഫ്റ്റിനകത്തും ഈ നമ്പേഴ്സിൻ്റെ ഇവിടെ ബ്രെയിൽ ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൻ്റെ ബ്രെയിൽ ബ്ലോക്ക്. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് അത് ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഏത് ഫ്ലോറാണ് പ്രസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. എല്ലാ ലിഫ്റ്റിലും ഇതുണ്ടാവും. റോഡ്സിൽ, സ്റ്റേഴ്സിൽ, പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് ഈ തെഞ്ചി ബ്ലോക്ക് ജപ്പാനിലുള്ളത്. ഈ ജപ്പാൻ്റെ സിസ്റ്റം ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ തെഞ്ചി ബ്ലോക്കും അതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് ബേർഡിൻ്റെ ചിർപ്പിംഗ് സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ജപ്പാനിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡോഗിനെ അവരുടെ കൂട്ടത്തിൽ എസ്കോർട്ട് കൊണ്ടുപോകാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ശരിക്കും പെറ്റ്സ് അലൗഡ് അല്ല. പക്ഷേ ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു അപ്പാപ്പനുണ്ട്. ആളുടെ കൂട്ടത്തിൽ ഒരു ഡോഗുണ്ട്. ആ ഡോഗാണ് ആളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും ട്രെയിനിലും ഒക്കെ കയറുന്നതിന് ഇവിടെ പെർമിഷൻ ഒരു പ്രശ്നവുമില്ല. ഇവിടെ മിക്ക പെഡസ്ട്രിയൻ ക്രോസിങ്ങിൻ്റെ സ്ഥലത്തും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഓൺ ആവും, നമുക്ക് വാക്ക് ചെയ്യാനുള്ള സിഗ്നൽ ഓൺ ആവും. ഇനി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേർഡിൻ്റെ ചിർപ്പിംഗ് സൗണ്ട് വരും. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ബ്ലൈൻഡ് ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ സിഗ്നൽ വന്നു, ഇനി അവർക്ക് ക്രോസ് ചെയ്യുന്നു. അതിനാണ് ഇത്. നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം.
1960 ജപ്പാനിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഈ ബേർഡിന്റെ ചിർപ്പിംഗ് സൗണ്ട് കൂടാതെ കുക്കുവിന്റെ സൗണ്ട് കൂടി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ 2 ഡിഫറെൻറ്റ് സൗണ്ട്സ് ആക്കിയിരുന്നത്. പക്ഷേ പിന്നീട് ബ്ലൈൻഡ് ആൾക്കാർക്ക് അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നിയതുകൊണ്ട് 2007 ആ ഒരു കുക്കു സൗണ്ട് ഇവർ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഈ ബേർഡ് ചിർപ്പിംഗ് സൗണ്ട് മാത്രമേ ജപ്പാനിലുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ 2 കുഞ്ഞു കുട്ടികൾ കൈ പൊക്കിയിട്ട് പോകുന്നുണ്ടല്ലോ. ഇവിടെ സ്കൂൾസിൽ ഇവരെ പഠിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ ഇത്. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ ഈ കാറിൽ വരുന്ന ആൾക്കാർക്ക് അവരെ കാണണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ പൊക്കി പിടിച്ച് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അവരെ വിസിബിൾ ആവുമല്ലോ. അതിന് ഇവിടെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണത്. ഇവിടെ ഈ ജ്യൂസിൻ്റെ ഈ പാക്കറ്റ്സ് കണ്ടോ, ഈ പാക്കറ്റ്സിൻ്റെ മേള് ഇങ്ങനെ പ്ലെയിൻ ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് കണ്ടോ, ഇത് റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള മിൽക്കാണ്. ഇത് ലോ ഫാറ്റ് മിൽക്കാണ്. ഇവിടെയും ഇതിൻ്റെ ഇത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ് ഈ ടോപ്പ്. അതേസമയം പാലിൻ്റെത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് പാലാണ്. ഇവിടെ കണ്ടോ ഒരു ചെറിയ നോച്ച്, ഇത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ നോച്ച്. അവർക്ക് ഈ നോച്ചിൽ പിടിക്കുമ്പോൾ ഇത് പാലാണെന്ന് മനസ്സിലാവും. പിന്നെ ഈ നോച്ചിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ഓപ്പൺ ചെയ്യുന്ന ഏരിയ. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോച്ച് ഇവർ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ ഡ്രിങ്ക്സ് ഒക്കെ ജസ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സും നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സും ആണ്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇവർ കൊടുത്തിട്ടില്ല, ഇതിൻ്റെ നെയിംസ് ഒക്കെ അല്ലാതെ. എന്നാൽ ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആണെന്ന് മനസ്സിലാവും. അതേസമയം ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആണെങ്കിൽ ഇത് കണ്ടോ, ഈ ബിയർ ബോട്ടിലിൻ്റെ ഇവിടെ ഇതാണ് ബ്രെയിൽ പ്രൊജക്ടേഴ്സ്. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് ആൽക്കഹോളിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇതൊരു ബിയറോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അവർക്ക് മനസ്സിലാവും. അതുപോലെ ഇത് ബോഡി സോപ്പ് ആണ് കേട്ടോ. ഈ ബോഡി സോപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ സൈഡിലൊരു ലൈൻ, ഇത് ബ്ലൈൻഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ അവർ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കണമെങ്കിൽ ഈ സൈഡിലെ ഈ ലൈൻ കണ്ടോ. ഷാംപൂവിന് ഇത് കണ്ടോ, ഷാംപൂവിന്റെ ഇങ്ങനെ കട്ട് ഇത് ഇവർക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇത് ഷാംപൂ ആണെന്ന് മനസ്സിലാവും. അതേസമയം കണ്ടീഷണറിന് ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളത് കണ്ടീഷണറാണ്. ഇത് കണ്ടോ, ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ബോഡി സോപ്പാണ്. ബോഡി സോപ്പിന്റെ സൈഡിൽ ഒരു ജസ്റ്റ് ഒരു 1 ലൈൻ, കണ്ടീഷണറിന് ഒന്നുമില്ല. അതേസമയം ഷാംപൂവിന്റെ സൈഡിൽ കുറെ സ്ട്രൈപ്സ്. ഇങ്ങനെയാണ് ബോഡി സോപ്പും ഷാംപൂവും കണ്ടീഷണറും ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ ഒട്ടുമിക്ക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ബ്ലൈൻഡിന് അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവാനും അവർക്ക് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഇവിടുത്തെ ഡിസേബിൾ ആയിട്ടുള്ള എസ്പെഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ജപ്പാൻ ഇവിടുത്തെ കൺട്രിയുടെ കറൻസി നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ 10,000 yen. ഈ 10,000 yen സെൻറ്ററിൽ 2 സൈഡിലായിട്ടും ചെറിയ ഇങ്ങനത്തെ സ്ട്രൈപ്സ് ഉണ്ട്. ഈ സ്ട്രൈപ്സ് നമുക്ക് തന്നെ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ചെറിയൊരു സ്ട്രൈപ്സ് ഉണ്ട് എന്ന്. അങ്ങനെയാണ് ഇവർ 10,000 yen ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതാണ് 5,000 yen. 5,000 yen മുകളിലും താഴെയായിട്ടും സെയിം ആ സ്ട്രൈപ്സ് ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളതാണ് 1,000 yen. 1,000 yen താഴെയും മുകളിലുമായിട്ട് ഏറ്റവും അറ്റത്തായിട്ട് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് 1,000 yen ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി അങ്ങനെ അല്ലാതെ തന്നെ ഈ 3 നോട്ട്സിൻ്റെയും വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. 10,000 yen അത്രയും വലിപ്പം ഇല്ല 5,000-ന്, അത്രയും വലിപ്പം ഇല്ല 1,000 yen-ന്. അതുപോലെ ഇതിൻ്റെ കളേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കളറ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഈ കളേഴ്സ് കണ്ടിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് കോയിൻസിൻ്റെ കാര്യവും. ഈ കോയിൻസ് എല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ എല്ലാത്തിനും ഡിഫറെൻറ്റ് സൈസും വെയ്റ്റുമാണ്. ഇത് 100-ൻ്റെ കോയിനാണ്. 100-ൻ്റെയും 50-യുടെ കോയിനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ 50-യുടെ ഇടയിൽ ഒരു ഹോൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 10-ൻ്റെയും 5-ൻ്റെ ഇടയിൽ. 5-ൻ്റെ ഇടയിൽ ഒരു ഹോൾ വെച്ചിട്ടുണ്ട്. ഇനി 1 yen എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും വളരെ ചെറുതുമാണ്. ഇങ്ങനെയാണ് ഇവർ കോയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് അവിടുത്തെ ജനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഡിസേബിൾ ആയിട്ടുള്ളവരെയും അല്ലാത്തവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ജപ്പാൻ്റെ ഈ സിസ്റ്റം വളരെ നല്ല ഒരു സിസ്റ്റമാണല്ലേ. ഇവിടെ ഇതുപോലെയുള്ള സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിലും എത്ര കെയർ കൊടുത്തെങ്കിലും ഇങ്ങനെയുള്ള ബ്ലൈൻഡ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ. അവർക്ക് മാത്രമേ അത് തരണം ചെയ്യാനും പറ്റുള്ളൂ. ഈ ഒരു നിമിഷത്തിലെങ്കിലും നമ്മൾ ശരിക്കും എത്ര ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് ആലോചിക്കാം. അതുപോലെ ഇനി ഇതുപോലെയുള്ള ജപ്പാൻ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.